ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി വിക്കറ്റ് ഗെയിമിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. അതായത് ഫൈനൽ എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് തണ്ണിപ്പോൾ അവനും ഭീമും കുഞ്ഞായിരുന്ന ടൈമിന് കളിക്കാൻ പോയിരുന്ന ഒരു പാർക്കിലേക്ക് ചെല്ലുന്നതാണ്. അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവനും ഭീമും ഇങ്ങനെ കുഞ്ഞായിരിക്കുമ്പോൾ കളിക്കുന്ന വിഷ്വലെല്ലാം അവന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവൻ അത് തന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവന് കാണാൻ പറ്റുന്നത് അവൻ്റെ കുട്ടിക്കാലത്ത് രൂപമായിട്ടുള്ള തണ്ട്. ആ തണ്ണിൻ്റെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല കുട്ടിയായിട്ടുള്ള ഭീമിൻ്റെ വായിൽ നിന്ന് അവൻ ചുമയ്ക്കുമ്പോഴും ബ്ലഡൊക്കെ വരുന്നുണ്ട്. പെട്ടെന്നാണ് തണ്ണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. ഇത് അവൻ കണ്ടൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ എഴുന്നേറ്റിട്ട് അടുത്ത് നോക്കുമ്പോഴത്തേക്കും ഭീം ബെഡിലുണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ഭീമാണെങ്കിൽ ആരെയും അറിയിക്കാതെ നിതായുമായിട്ട് പ്ലാൻ ചെയ്തിട്ട് തിരിച്ച് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഭീം അവിടെ ഇല്ല, മിസ്സിങ് ആയെന്ന് മനസ്സിലാക്കുന്നതും ഇവൻ ഭീമിനെ അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഭീം ഒരു പേപ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും ശരിയാക്കാനായിട്ട് പോവാണ്. ഇനി എങ്ങാനും ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഈ ഇരിക്കുന്ന താക്കോല് നീ അത് ബാങ്കിലേക്ക് കൊണ്ടു കൊടുക്കണം. അതിലൂടെ ബാക്കി കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട്. തണ്ണ് ഇത് വായിച്ച ഉടനെ തന്നെ അവൻ്റെ വണ്ടി എടുത്ത് ഭീമിനെ ഫോളോ ചെയ്ത് ഇറങ്ങുന്നുണ്ട്. കാരണം ഭീമിൻ്റെ വണ്ടിയിൽ ഇവൻ ഓൾറെഡി ഒരു ട്രാക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഭീം എങ്ങോട്ടാണ് പോകുന്നത് ഇവൻ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഭീം പോകുന്ന ലൊക്കേഷൻ നോക്കിയിട്ട് ഇവൻ അങ്ങ് പോകുന്നുണ്ട്. ഇതേസമയം നിതായയും ഭീമും തിരിച്ചങ്ങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിതായയുടെ അടുത്ത് ഭീമാണെങ്കിൽ ഇതുവരെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ്, ഇനി നിങ്ങൾ തിരിച്ചു പോക്കോ, എല്ലാ കാര്യങ്ങളും താൻ നോക്കണം, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ഭീമിന് എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല. അവൻ മരിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിതായക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട്. അവർ ചെറുത് കരയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭീം നേരെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഭീമിൻ്റെ കയ്യിൽ ഒരു എവിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതും കൊണ്ട് ഇവനിങ്ങനെ ചെല്ലുന്നുണ്ട്. അവനാണെങ്കിൽ ജെറ്റുമായിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു പോർട്ട്. അപ്പോൾ അവിടെ അവനിങ്ങനെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും ജെറ്റ് വരുന്നുണ്ട്. ജെറ്റാണെങ്കിൽ ഇവനെ കൊല്ലാൻ കിടക്കിലാണ് വരുന്നത്. ജെറ്റ് വന്നുകൊണ്ട് തന്നെ ഇവന് നേർക്കൊരു തോക്ക് ചൂണ്ടുന്നുണ്ട്. ആ സമയം ഭീമാണെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, നീ പറഞ്ഞില്ലേ നിൻ്റെ അമ്മയെ കൊന്നത് ഞാനാണെന്ന്, എന്നാൽ ആ ഒരു ടൈമിന് ഞാനാണെങ്കിൽ എൻ്റെ ഓഫീസിലായിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറ CCTV ഫുട്ടേജ് എല്ലാം ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിൻ്റെ അമ്മ മരിക്കാൻ കാരണമായത് ഇൻസുലിൻ ഇൻക്രീസ് ആയിട്ടാണ്. അപ്പോൾ ഇൻസുലിൻ ഇപ്പോൾ അവരുടെ അത് കുത്തി വെച്ചെങ്കിൽ തന്നെ അരമണിക്കൂർ ടു 1 മണിക്കൂറിനിടയിലാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ വരുന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മ മരിച്ച സമയം വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ സമയത്തൊന്നും ഞാൻ അങ്ങോട്ടേ ചെന്നിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ തെളിവുകളും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ജെറ്റ് ഇവനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പുറകിൽ റിസയാണെങ്കിൽ നീയും ഞാനുമായിട്ട് ഇങ്ങനെ മാറി മാറി നിന്ന് നമ്മളെ ആരെയും സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നതല്ല. അവൾ ഇത് മാസ്റ്റർ മൈൻഡായിട്ട് വെച്ചിട്ട് നമ്മൾ തമ്മിൽ പരസ്പരം അടിയുണ്ടാക്കി നമ്മൾ പരസ്പരം മരിക്കാനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എങ്കിൽ പിന്നെ ബാക്കി അവൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ അവളെ കയ്യിലേ പോകത്തുള്ളൂ. നിൻ്റെ അമ്മേനെ കൊന്നത് പോലും അവളാണെന്ന് പറയുന്നുണ്ട്. ജെറ്റ് ഭീം പറയുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും ഭീം പറയുന്ന പോയിന്റ്സ് ഒന്നും തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല എന്ന് ജെറ്റിന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ആ സമയം കറക്റ്റ് അങ്ങോട്ടേക്ക് റിസ വരുന്നുണ്ട്. റിസ വന്നോടനെ ജെറ്റ് അവൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. റിസ ഇപ്പോൾ അയ്യോ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് വന്നത്, ഭീമാണെങ്കിൽ നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് നോക്കാണ്, അവനില്ലേ നിൻ്റെ അമ്മയെ കൊന്നത്, അവനാണ് സത്യത്തിൽ മോശക്കാരൻ, അവനെ വേണം നമ്മൾ കൊല്ലാനായിട്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജെറ്റ് ഇപ്പോൾ റിസ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അവളെ തന്നെ ഷൂട്ട് ചെയ്യാൻ കണക്കിന് നിൽക്കുന്നുണ്ട്. എൻ്റെ അമ്മയെ കൊന്നത് നീയാണല്ലേ എന്നിങ്ങനെ പറഞ്ഞ് അവളെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് പെട്ടെന്ന് മറ്റൊരാൾ വന്നിട്ട് ജെറ്റിൻ്റെ കൈ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് മറ്റാരുമല്ല റിസയുടെ അസിസ്റ്റൻ്റായ പാനാണ്. പാനിൻ്റെ കൂടെ മറ്റൊരുപാട് ബോഡി ഗാർഡ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ കയ്യിലും തോക്കുണ്ട്. അപ്പോൾ ഇവർ മരിക്കാൻ പോകുന്നത് ഇവർക്ക് ഒരു ഇത് മനസ്സിലാകുന്നുണ്ട്. പെട്ടെന്ന് ജെറ്റിൻ്റെ അസിസ്റ്റൻ്റ് പാർക്ക് അവിടെ ഉണ്ടായിരുന്നു. പാർക്ക് ഈ പാനിനെ പിടിച്ച് വെച്ച് അവളെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് വയ്ക്കുന്നുണ്ട്. പാൻ മരിക്കണമെന്നുള്ളത് റിസയ്ക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ പാനിനെ രക്ഷിക്കാനായിട്ട് മറ്റ് ബോഡി ഗാർഡ്സിൻ്റെ അടുത്ത് ഇല്ല അവരാരെയും ഷൂട്ട് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ആ അവസരം മുതലാക്കി പെട്ടെന്ന് തന്നെ ഭീമും ജെറ്റും അവിടെ നിന്ന് ഓടുന്നുണ്ട്. പാർക്കും പാനിനെ പെട്ടെന്ന് ഇങ്ങനെ തള്ളി വിട്ടിട്ട് ഓടുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് ഇവരെല്ലാം ചറ പറന്ന് ഇവരെ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ എസ്കേപ്പ് ആവുന്ന ടൈമിന് ജെറ്റും പാർക്കും വേറൊരു വഴി കൂടെ ഭീമും മറ്റൊരു വഴി കൂടെ ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് ഓടിപ്പോകുന്നുണ്ട്. ഈ സമയം തന്നെ ആ ട്രാക്കർ നോക്കിയിട്ട് തണ്ണ് നേരെ ഭീമുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയം അവിടെ നിതായ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നിതായ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നിതായനെ കണ്ടുകൊണ്ടേ തന്നെ ഭീം എവിടെയാണെന്നൊക്കെ നിതായോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ നിതായ ഇവനെ തിരിച്ച് പറഞ്ഞയക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ നിതായയുടെ അടുത്ത് പ്ലീസ് ഒന്ന് പറയും, എനിക്ക് അവനെ പോയി രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് തൺ പറയുന്നുണ്ട്. അങ്ങനെ നിതായാണെങ്കിൽ തണ്ണിൻ്റെ ഭീം എങ്ങോട്ടാണ് പോയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേസമയം ഭീമെല്ലാം തന്നെ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് ഓടിയിട്ട് എങ്ങോട്ടേക്ക് ഒളിച്ചിരിക്കാനാണ് ശ്രമിക്കുന്നുണ്ട്. കാരണം അവരിൽ തോക്കൊന്നുമില്ല. അവന് സ്വയരക്ഷയ്ക്ക് അവൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. അവനിപ്പോൾ എസ്കേപ്പ് ആയില്ലെങ്കിൽ അവൻ ഉറപ്പായിട്ടും മരിക്കും. അങ്ങനെ അവൻ ഒരിടത്ത് മറങ്ങിയിരിക്കുന്ന സമയം കറക്റ്റ് അങ്ങോട്ടേക്ക് തണ്ണ് വരുന്നുണ്ട്. അങ്ങനെ തണ്ണും ഭീമും ഒരുമിച്ച് മറങ്ങിയിരിക്കുകയാണ്. ഭീം പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ കാരണം നിനക്ക് എന്തെങ്കിലും പറഞ്ഞോന്ന് എനിക്കൊരു താല്പര്യമില്ല, നിനക്ക് തിരിച്ചു പോക്കൂടെ, നീ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം തണ്ണ് ഭീമിനൊന്ന് ഹഗ് ചെയ്ത് സമാധാനിപ്പിച്ചിട്ട് അവനോട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ പ്രോമിസ് തന്നല്ലേ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതാണ് ഞാനിവിടെ പാലിക്കുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇതേസമയം തന്നെ ജെറ്റും പാർക്കും ഓടുന്നതിൻ്റെ ഇടയിൽ ജെറ്റിന് വീണ്ടും ഒന്നുകൂടെ ഷൂട്ട് കിട്ടുന്നുണ്ട്. അതും അവൻ്റെ നെഞ്ചി തന്നെയാണ്. അതേപോലെ തന്നെ പാർക്കിനും അവൻ്റെ കയ്യിൽ ചെറുതായിട്ട് വെടികൊള്ളുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരിടത്തുനിന്ന് മറങ്ങിയിരിക്കുന്നുണ്ട്. ജെറ്റിനെ കൊണ്ട് ഒരിടത്ത് സേഫ് ആക്കി വെച്ചിട്ട് പാർക്കാണെങ്കിൽ വരുന്നവരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭീമും തണ്ണും കൂടെ എസ്കേപ്പ് ആവാൻ നോക്കുമ്പോൾ നേരെ ചെന്ന് പെടുന്ന പാനിൻ്റെ മുന്നിലാണ്. പാൻ ഒന്നും നോക്കുന്നില്ല, ചറപറ ഷൂട്ട് ചെയ്യുന്നുണ്ട്. തണ്ണിന് 2 തവണ അവൻ്റെ ദേഹത്തേക്ക്
അടുത്തേക്ക് ബുള്ളറ്റ് കയറുന്നുണ്ട്. അങ്ങനെ ഭീമിന് ടെൻഷനായിട്ട് തൻവാ നമുക്ക് ഇവിടുന്ന് പോകാമെന്നും പറഞ്ഞ് അവനെയും കൊണ്ട് പോകാനായി നിൽക്കുന്നുണ്ട്. എന്നാൽ ഭീമിനെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കിയിട്ട് തണ്ണ് പാനുമായിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യാനായി പോകുന്നുണ്ട്. ആ സമയം ഭീമിനെ വെടിവെക്കാനായിട്ട് മറ്റൊരു ബോഡി ഗാർഡുള്ള പെൺകുട്ടി വരുന്നുണ്ട്. അവൻ അവളെ പിടിച്ച് വെച്ച് അവളെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളുടെ കയ്യിലുള്ള തോക്കെടുത്തുകൊണ്ട് വന്നിട്ട് അത് വെച്ചിട്ട് പാനിനെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ എല്ലാവരെയും ഒതുക്കി നിർത്തുന്നുണ്ട്. എന്നിട്ട് പതുക്കെ തണ്ണിനെയും കൊണ്ട് എസ്കേപ്പ് ആവാനേ നിൽക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിന് ഇവൻ നിതായനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തണ്ണിനിങ്ങനെ വെടി കൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട്. അതിന് നിതായ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഉടനെ തന്നെ ഇവരെ ഡിസ്ട്രാക്ട് ചെയ്ത് വിട്ടിട്ട് പെട്ടെന്ന് ഭീമാണെങ്കിൽ തണ്ണിനെയും കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. തണ്ണിനെ വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട്. എന്നാൽ ഭീം കയറുന്നില്ല. കാരണം ആ നേരം കൊണ്ട് പാൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നിതായയുടെ അടുത്ത് വണ്ടി എടുത്തുകൊണ്ട് പോകാനായി പറയുന്നുണ്ട്. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ടൈമിന് പാനാണെങ്കിൽ ഭീമിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഭീമാണെങ്കിൽ അവിടെ ഒരു കടലായിരുന്നു ഉണ്ടായിരുന്നത്, പോർട്ടായതുകൊണ്ട് തന്നെ അവനങ്ങനെ ആ പോർട്ടിൽ നിന്ന് നേരെ കടലിലേക്ക് വീഴുന്നുണ്ട്. അവൻ മരിച്ച നിലയിൽ തന്നെ ആവുന്നുണ്ട്. ഇതെല്ലാം തന്നെ കാറിൽ ഇരുന്നുകൊണ്ട് തൺ കാണുന്നുണ്ട്. തണ്ണിരുന്ന് ഭയങ്കര കരച്ചിലുമാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ആ ഒരു സ്ഥലത്ത് പോലീസുകാർ മീഡിയൊക്കെ വരുന്നതാണ്. കാരണം ജെറ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു. ജെറ്റിൻ്റെ ബോഡി അവിടെ നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസയാണെങ്കിൽ മൊഴി കൊടുക്കുന്നുണ്ട്. അതായത് ജെറ്റും ഭീമും തമ്മിൽ ഒരു അടിയുണ്ടായി. ഭീം തന്നെയാണ് എൻ്റെ അച്ഛനെയും പിന്നെ ജെറ്റിൻ്റെ അമ്മേനെയും കൊന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന നേരം കൊണ്ട് ഭീമാണെങ്കിൽ ജെറ്റിനെ ഷൂട്ട് ചെയ്തു. ആ ഒരു ദേഷ്യത്തിൽ ജെറ്റിൻ്റെ അസിസ്റ്റൻറ്റ് പാർക്ക് ഭീമിനെ ഷൂട്ട് ചെയ്തു. ഭീം വെള്ളത്തിലേക്ക് വീണു. ഭീമിന് ഇപ്പം എന്തായി, അവൻ എവിടെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇവളീ മൊഴി കൊടുക്കുന്നതെല്ലാം ഇങ്ങനെ ന്യൂസായിട്ട് പോകുന്നത് പാർക്ക് കാണുന്നുണ്ടായിരുന്നു. പാർക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്ങനെയൊക്കെ അവന് വെടിയുണ്ടെങ്കിലും. അവനിപ്പോൾ അവൻ്റെ വീട്ടിലാണുള്ളത്. അവൻ്റെ വീട്ടിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അവൻ ഭയങ്കര ദേഷ്യത്തിലാണ്. കാരണം ജെറ്റ് മരിച്ചതുകൊണ്ട് തന്നെ. ആ സമയം നമ്മളെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നൈറ്റ് തന്നെ പാർക്കാണെങ്കിൽ ഈ ജെറ്റിനെ ഒരിടത്തുകൊണ്ട് സേഫാക്കി ഇരുത്തിയിട്ട് എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം അവിടെ ആരും ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും ജെറ്റിനെ ഇരുത്തിക്കുന്നതിൻ്റെ അടുത്തേക്ക് പാർക്ക് വരുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നെല്ലാം ജെറ്റിനോട് പറയുന്നുണ്ട്. എന്നാൽ ജെറ്റ് ഇല്ല, ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാലം നീ എന്നെ ഫോളോ ചെയ്ത് എല്ലായിടത്തും വന്നിട്ടുണ്ട്. എന്നാൽ ഞാനിപ്പോൾ മരിക്കാൻ പോവാണ്. അതിൽ നീ എൻ്റെ പുറകെ വരരുതെന്ന് പാർക്കിനോട് പറയുന്നുണ്ട്. പാർക്കപ്പോൾ അയ്യോ അങ്ങനെയൊന്നും പറയരുത്, നിങ്ങളെ ഞാൻ മരിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കും, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജെറ്റ് ഇല്ലില്ല, അങ്ങനെയൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. എനിക്കറിയാം ഇത്രയും കാലം ഞാൻ കാരണം നീ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഞാനത്ര നല്ലൊരാളുമല്ല. ഞാൻ നിന്നെ കൊണ്ട് മോശം കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ ഇപ്പോൾ പറയാണ്, എനിക്ക് അവസാനമായിട്ട് ഒരൊറ്റ ആഗ്രഹം കൂടെയുണ്ട്. അത് നീ എനിക്ക് വേണ്ടി സാധിച്ചു തരണം. നീ പോയിട്ട് നിനക്കായിട്ടൊരു ജീവിതം ലീഡ് ചെയ്യണം. നീ നന്നായിട്ട് ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. പാർക്കപ്പോൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ജെറ്റപ്പോൾ എനിക്കത് മതി, സന്തോഷമായി എന്ന് പറയാണ്. അപ്പോൾ തന്നെ ജെറ്റ് മരിക്കുന്നുണ്ട്. പാർക്കാണെങ്കിൽ ഈ ജെറ്റിൻ്റെ ബോഡി ഇങ്ങനെ ഹഗ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ഇതിങ്ങനെ ആലോചിച്ചിട്ട് പാർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും റിവഞ്ച് ചെയ്യണം എന്നൊരു ചിന്തയിൽ തന്നെ ഇരിക്കുകയാണ്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് ഭീം മരിച്ചു എന്നുള്ള രീതിയിൽ തന്നെ എത്തിപ്പെടുന്നുണ്ട്. ഭീമിൻ്റെ ബോഡിയൊന്നും കിട്ടുന്നില്ല. അതായത് തിരിച്ച് തണ്ണിനെ അവൻ്റെ വീട്ടിൽ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. തണ്ണ് ഉറങ്ങുന്ന ടൈമിനായ പോലും ഭീമും അവനും ഒരുമിച്ച് ഹണിമൂൺ പോകുന്നതിനെ പറ്റി സംസാരിച്ചതും എല്ലാം തന്നെ ഇവൻ്റെ ഇമാജിനേഷനിൽ സ്വപ്നമായിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടവനിങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. ഭീം പോയി എന്നൊക്കെ പറഞ്ഞിരുന്ന് കരയുന്നുണ്ട്. ഇവൻ്റെ അച്ഛനും അമ്മയും വന്നിരുന്ന് ഇവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. തണ്ണ് പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം എന്ത് മൊമെൻറ്റ് വന്നാലും അവന് ഭീമുമായിട്ട് റിലേറ്റ് ആവുന്ന പല കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും അവൻ കരയും, ഒറ്റയ്ക്കാണെങ്കിലും അവൻ കരയും. അങ്ങനെ അങ്ങനെ മുന്നോട്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഭീമിൻ്റെ ബോഡി കിട്ടിയില്ലെങ്കിൽ പോലും ഭീമിൻ്റെ ആ ഒരു ബ്ലഡായ ഡ്രസ്സും ഷൂസും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പോലീസുകാർ തണ്ണിനെ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. ഇതേസമയം പാനാണെങ്കിൽ ഇതൊക്കെ ഇറങ്ങിയിട്ട് റിസേനെ വിളിച്ച് പറയുന്നുണ്ട്. അതായത് ഭീമിൻ്റെ ഡ്രസ്സും സംഭവങ്ങളും കിട്ടി, അവൻ്റെ ബോഡി പക്ഷേ കിട്ടിയില്ല. പിന്നെ ഇത്രയും ദിവസം കഴിഞ്ഞില്ലേ അവനും മരിച്ചിട്ടുണ്ടായിരിക്കുമെന്നൊക്കെ. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു ദിവസം തണ്ണിനാണെങ്കിൽ ലോയറിൻ്റെ അടുത്ത് നിന്നൊരു കോൾ വരുന്നുണ്ട്. അങ്ങനെ നേരെ അയാളെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അവിടെ വെച്ചാൽ അറിയാൻ പറ്റുന്നൊരു കാര്യം, ഭീമാണെങ്കിൽ അവൻ മരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ സ്വത്തുകളും തണ്ണിൻ്റെ പേരിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഭീം മരിച്ചതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ സ്വത്തുകളും തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള തണ്ണിൻ്റെ പേരിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് തണ്ണൊരു ദിവസം വീട്ടിൽ ഇരിക്കുന്ന ടൈമിന് ഇപ്പോൾ ഭീമിൻ്റെ ഒരു മാല ഭീം ഇട്ടിരുന്നത് അതിപ്പോൾ തണ്ണിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ അവൻ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഭീമിനെ ലാസ്റ്റ് കണ്ട ടൈമും പിന്നെ ഭീമിനെ വെടികൊണ്ട സീനും അതെല്ലാം തന്നെ ഇവൻ കണ്ടതൊക്കെ ഇവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ കരയുന്നുണ്ട്. അവനങ്ങനെ ആ ഒരു മാലയുടെ ലോക്കറ്റ് തൊടുമ്പോഴത്തേക്കും ആ ലോക്കറ്റിൽ എന്തോ ഉള്ളതുപോലെ തോന്നിയിട്ട് അവൻ ആ മാല അഴിച്ചു നോക്കുന്നുണ്ട്. അതിൽ നിന്ന് അവന് ഒരു സിം കാർഡ് പോലത്തെ സംഭവമാണ് കിട്ടുന്നത്. പിന്നീട് കാണിക്കുന്ന റിസേനയാണ്. ഇപ്പോൾ റിസ ഒരു ഹോസ്പിറ്റൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇവളെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പാൻ വെക്കാൻ വേണ്ടി വായിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നോക്കുമ്പോഴാണ് വേറൊരു ബാഡ് ന്യൂസ് എന്നും പറഞ്ഞിട്ട് പാൻ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. ആ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ജെറ്റും ഭീമും എല്ലാം മരിച്ച ആ ഒരു രാത്രി അന്ന് റിസയാണെങ്കിൽ പാനിനെയും കൊണ്ടൊക്കെ വന്നിട്ട് ഇവരെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നേരത്ത് അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഭീമാണെങ്കിൽ സീക്രട്ടായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആരോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് തണ്ണ് നേരത്തെ നോക്കിയപ്പോൾ ആ ലോക്കറ്റിൽ നിന്ന് അവന് കിട്ടിയ സിം കാർഡിലുണ്ടായിരുന്ന വീഡിയോ. അതിപ്പോൾ കാണുമ്പോഴത്തേക്കും റിസയാണെങ്കിൽ ഇത് പ്രശ്നമാവുമല്ലോ, എന്തെങ്കിലും ചെയ്ത് പെട്ടെന്ന് ആ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്യാനുള്ള കാര്യം നോക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ നേരം കൊണ്ട് പക്ഷേ അവിടെ മീഡിയ എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയും റിസേനെ പതുക്കെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് എഴുതിയിട്ട് പാനും മറ്റ് ബോഡി ഗാർഡ്സും കൂടെ റിസേനെ പതുക്കെ പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇവരെ മുന്നിലേക്ക് തണ്ണ് വന്ന് നിൽക്കുന്നുണ്ട്. തണ്ണ് ഇവരെ തടയാനായിട്ട് നോക്കുന്നുണ്ട്.
റിസേരെ അടുത്ത് നീ ചെയ്ത തെറ്റിന് നീ അനുഭവിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് കീഴടങ്ങിക്കോ. ഉടനെ പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട്. റിസേ ഇപ്പോൾ അതിനിപ്പോൾ ഞാനെന്ത് ചെയ്തെന്നാൽ എല്ലാം അവർ തന്നെ സ്വയം വരുത്തി വെച്ചതാണ്. പിന്നെ ഈ ഒരു വീഡിയോ കാണിച്ച് എന്നെ കൊടുക്കാമെന്നാണ് നീ നോക്കുന്നതെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പം എനിക്ക് ഹോസ്പിറ്റലുണ്ട്, പവറുണ്ട്, പൈസയുണ്ട്, എനിക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് പാർക്ക് കറക്റ്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് എന്നാൽ ഞാൻ നിന്നെ വെറുതെ വിടത്തില്ലെന്നും പറഞ്ഞ് ചറ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റിസേനയും കൊണ്ട് ഞാനാണെങ്കിൽ മറ്റൊരു റൂമിലേക്ക് പോയി മറങ്ങിയിരിക്കുന്നുണ്ട്. ആ സമയം പാർക്കാണെങ്കിൽ ഇവരെ കൊല്ലുമെന്നുള്ള ഇതിൽ തന്നെ ഓടി വരുന്നുണ്ട്. തന്നെ ഇവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ പറ്റുന്നില്ല. അങ്ങനെ പാർക്കാണെങ്കിൽ ഇവരെ പുറകെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. മറ്റ് ബോഡി ഗാർഡ്സിനെ എല്ലാവരും തന്നെ ഇവൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഒരു ലിഫ്റ്റിൻ്റെ ഏരിയയിലേക്ക് ഇവരെത്തുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഇവൻ പാനിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പാൻ ഇവനെയും ഷൂട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ബോഡി ഗാർഡ്സിനെയും ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞു. ആരും തന്നെ ഇപ്പോൾ റിസേനെ രക്ഷിക്കാനായിട്ടില്ല. അങ്ങനെ റിസയാണെങ്കിൽ മരിക്കുന്നുള്ള സിറ്റുവേഷൻ ആവുന്നുണ്ട്. പാർക്ക് ഒന്നും നോക്കുന്നില്ല, റിസേനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ആ ടൈമിന് പാനിന് ചെറുതായിട്ട് ജീവൻ ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ വീണ്ടും പാർക്കിനെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ പാർക്കും മരിച്ച് വീഴുന്നുണ്ട്. മരിക്കുന്ന ടൈമിന് ജെറ്റ് മരിക്കുന്നതിന് തൊട്ട് മുന്നേ നീ പോയി നന്നായിട്ട് നീ ജീവിക്കണം, അതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ കാര്യമെല്ലാം പാർക്ക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതും ആലോചിച്ചിട്ടാണ് അവൻ മരിക്കുന്നത്. അവനും മരിച്ചു കഴിയുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും പാർക്ക് മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർക്കിനെ രക്ഷിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവുന്നുണ്ട്. പിന്നീട് ഇതും ന്യൂസിലൊക്കെ വരുന്നുണ്ട്. തന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഇതെല്ലാം ന്യൂസായിട്ടിരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ നീ ഇതിലൊന്നും ചെയ്തില്ലല്ലോ, വിട്ട് കളഞ്ഞേക്ക്, നീ സ്ട്രോങ് ആയിട്ട് ജീവിക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം തന്നാണെങ്കിൽ ഭീം ആ ഒരു പോർട്ടിൽ വെച്ചാണല്ലോ മരിച്ചത്. അതേ സെയിം പോർട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് അവൻ ഒരിടത്ത് തിരിക്കുന്നുണ്ട്. എന്നിട്ട് ഭീമിൻ്റെ ഫോട്ടോ നോക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും സോൾവായി, എല്ലാവർക്കും ശിക്ഷ കിട്ടി, അതെല്ലാം തന്നെ നീ കാണേണ്ടതായിരുന്നു, നീ ഇവിടെ ഉണ്ടാവണമായിരുന്നു, നീ പിന്നെ തെളിവുകൾ വെച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഭീമിൻ്റെ ഫോട്ടോ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ഭീം നടന്നു വരാണ്. പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഇതിന് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഭീം ഇത് നീ തന്നെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പോയി ഹഗ് ചെയ്യുന്നുണ്ട്. ആ സമയം ഭീമാണെങ്കിൽ പിന്നെ വേറെ ആരാ, ഞാൻ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. തന്നപ്പോൾ പക്ഷേ നീയാണെങ്കിൽ വെള്ളത്തിൽ വീഴുന്നത് നിനക്ക് വെടികൊണ്ടൊക്കെ ഞാൻ കണ്ടതാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഭീമാണെങ്കിൽ അതൊക്കെ ഞാനും നിതായും ഓൾറെഡി ചെയ്തിരുന്ന പ്ലാനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഭീമിന് ഓൾറെഡി അവനെ വെടിവെച്ച് കൊല്ലുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റൊക്കെ ഇട്ടിട്ടായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവൻ്റെ ഡ്രസ്സിൻ്റെ ഇടയിൽ ഇത് കിടക്കുന്നത് മറ്റാർക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ വെടിവെക്കുന്ന ടൈമിന് അവൻ വെടികൊണ്ട് വെള്ളത്തിൽ വീഴുന്ന പോലെ ഇവൻ അഭിനയിച്ചതായിരുന്നു. പിന്നീട് അവൻ മറ്റൊരു സ്ഥലത്തൂടെ കരയിലേക്ക് എത്തുന്നുണ്ട്. തെളിവുകൾ അവശേഷിപ്പിക്കാനായിട്ട് അവൻ്റെ ബ്ലഡായ ഷർട്ടും അവൻ്റെ ഷൂ എല്ലാം തന്നെ വെള്ളത്തിലേക്ക് അഴിച്ചെറിയുന്നുണ്ട്. ഇതാണ് പിന്നീട് പോലീസുകാർക്ക് കണ്ടെത്താനായിട്ട് പറ്റിയത്. എന്നിട്ട് ഭീം മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവൻ മരിച്ചു എന്നുള്ള രീതിയിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കുന്നുണ്ട് എല്ലാവരെയും വിശ്വസിപ്പിക്കാനായിട്ട്. അത് മാത്രമല്ല അവൻ്റെ പേരും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നാണെങ്കിൽ നീ നിൻ്റെ പേരും മാറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഭീം അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയിട്ട് എനിക്ക് വേണ്ടി പുതിയൊരു ഹസ്ബൻഡിനെ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ അയ്യോ പോലെ, നീ എന്തൊക്കെ ചെയ്താലും എനിക്ക് എന്നെ ഇഷ്ടമാണ്, നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, പിന്നെ ഇപ്പോൾ നിൻ്റെ ഹോസ്പിറ്റൽ അത് നോക്കാനായിട്ട് ആരുമില്ലല്ലോ, നീ അതിലെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഭീം അപ്പോൾ എനിക്കിനി ആ ഹോസ്പിറ്റലായിട്ട് യാതൊരു ബന്ധമില്ല, എനിക്കിനി അതുമായിട്ട് ഇൻവോൾവ് ആവാനും താല്പര്യമില്ല, എനിക്കതൊന്നും ഇനി വേണ്ട, എനിക്ക് നീയുമായിട്ട് ഹാപ്പിയായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. ഹാപ്പിയായിട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസ് തന്നെ ഇവിടെ എൻഡ് ആവുന്നുണ്ട്. ഈ ഒരു സീരീസ് ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ആരും തന്നെ മറക്കരുത്, എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ഇടണം. പിന്നെ ഈ ഒരു സീരീസിൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതിലെല്ലാവർക്കും ബൈ.